ഇന്നൊരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ആണ്. ഒരു ക്യാൻവാസ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ച ചിത്രം ഒരു A4 ഷീറ്റിലേക്ക് വരച്ചെടുക്കുക എന്നുള്ളതാണ്. ഒന്നിനുമല്ല, ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാമല്ലോ. പിന്നെ വരച്ച ചിത്രം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സെയിം കളേഴ്സ് കൊണ്ട് കളർ ചെയ്ത് നോക്കും. അതും വേറൊന്നിനുമല്ല, ചിലപ്പോൾ കോമ്പിനേഷൻ മാറ്റണമെങ്കിൽ മാറ്റാം, അത് തന്നെ മതി എന്നാണെങ്കിൽ അങ്ങനെയും തീരുമാനിക്കാം. അടുത്ത സ്റ്റെപ്പ് ബ്രഷ് സെലക്ട് ചെയ്യലാണ്. ഏതൊക്കെ സൈസിലുള്ള ബ്രഷാണോ വേണ്ടത് അത് ആദ്യമേ അങ്ങ് സെലക്ട് ചെയ്ത് വെക്കും. ഓക്കെ, നൗ ഞാൻ ചെയ്ത കളറ് പിങ്ക് ആയിരുന്നു, പക്ഷെ എനിക്കിത് പറ്റിയില്ല. സോ ഞാൻ ആ കോംബോ അങ്ങ് മാറ്റി. ഇതാണ് നമ്മൾ ആദ്യമേ ഒരു പേപ്പറിൽ ചെയ്യുന്നതിൻ്റെ ഗുണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കളർ ഇഷ്ടമായില്ല എന്നാണെങ്കിൽ അവിടെ തന്നെ വെച്ച് കളേഴ്സ് മാറ്റി അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയെടുക്കാം. നമ്മളൊരു പേപ്പറിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് വലിയ പെർഫെക്ഷനിൽ തന്നെ പെയിൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിതിന് താഴ്ഭാഗത്ത് 2 കളർ കോമ്പോസാണ് ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് ഏതാണോ ഇഷ്ടമായത് അതെനിക്ക് ഇനി ക്യാൻവാസിലേക്ക് ട്രൈ ചെയ്താൽ മതി. അതാണ് നമ്മൾ ആദ്യമേ പേപ്പറിൽ ചെയ്ത് നോക്കുന്നതിൻ്റെ ഗുണം. നമുക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മുടെ ക്യാൻവാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പേപ്പറിൽ അറഞ്ചും പുറഞ്ചും പെയിൻറ്റ് ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ലീനിയറായിട്ട് ഒരു സിമിലർ പാറ്റേണിൽ യൂണിഫോമായിട്ട് വേണം ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യാൻ. എന്നാലേ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അത് കാണാൻ നീറ്റ് ആവത്തുള്ളൂ. പിന്നെ എന്തിനാ ഇപ്പോൾ ഈ ഒരു പേപ്പർ ടെക്നിക്കൊക്കെ എന്ന് ചോദിക്കുന്നവരോട്, നിങ്ങളൊരു പ്രോ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്യാൻവാസിൽ വരയ്ക്കാം, പെയിൻറ്റിങ്ങും കൊടുക്കാം. എന്നാൽ നമ്മളൊരു പ്രോ അല്ലല്ലോ. സോ നമുക്ക് ക്യാൻവാസിലേക്ക് വരുമ്പോഴുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും ഒരു പെർഫെക്റ്റ് പ്ലാനോടെ നമ്മുടെ ക്യാൻവാസ് ഫിനിഷ് ചെയ്തെടുക്കാനും ഇതൊരു അടിപൊളി പ്ലാനാണ്. ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവും. ക്യാൻവാസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും വൃത്തിയായി വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ. പല സൈസിലുള്ള ബ്രഷ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. കുഞ്ഞു ബ്രഷും വലിയ ബ്രഷും പോയിൻറ്റഡ് ബ്രഷും സ്ക്വയർ ബ്രഷും എല്ലാതും നമ്മുടെ കയ്യിലുള്ള ബ്രഷിനനുസരിച്ച് നമുക്കിതിനൊക്കെ ഭംഗിക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആദ്യം കുറച്ച് ബ്രഷിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കണം. അടുത്ത കാര്യം, ക്യാൻവാസ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും വലിയ ഹെക്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ചിത്രങ്ങളൊന്നും ചൂസ് ചെയ്യരുത്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ഒരു ട്രെൻഡിങ് ഭാഷയിൽ പറഞ്ഞാൽ എസ്തെറ്റിക് ആയിട്ട് അല്ലെങ്കിൽ മിനിമലായിട്ട്, അതും അല്ലെങ്കിൽ പിൻട്രസ്റ്റി ആയിട്ടുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യുക. ഒന്നിനുമല്ല, ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, ചെയ്യാനും എളുപ്പമാണ്. അതല്ല, നമ്മൾ ഒത്തിരി കളേഴ്സ് ചൂസ് ചെയ്യുന്ന ഒത്തിരി കളർ കോമ്പോസ് വരുന്ന ചിത്രങ്ങളൊക്കെ ചൂസ് ചെയ്താൽ പകുതി ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോകും. ഈശ്വര, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചൂസ് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ട്രൈ ചെയ്ത് ഒരു അടിപൊളി ഔട്ട്കം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നോക്കി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ആഹാ, എന്നെക്കൊണ്ട് ഇനിയും പറ്റുമല്ലോ, ഇത്രയും നന്നായിട്ട് ഞാൻ ചെയ്തല്ലോ എന്നൊക്കെ. ഒരു കാര്യം കൂടി പറയാം, ക്യാൻവാസ് ചെയ്യുമ്പോൾ ക്ഷമയും സമയവും ഒരുപോലെ പ്രധാനമാണ് കേട്ടോ. യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോ കണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ക്യാൻവാസൊക്കെ 3 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ടാണ് ചെയ്ത് തീരുന്നതെന്ന്. നമ്മൾ ഒത്തിരിയേറെ സമയം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പെയിൻറ്റിങ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി 3x സ്പീഡിലോ 5x സ്പീഡിലോ ഒക്കെ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ്. സോ ഏതൊരു ക്യാൻവാസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ സമയം അതെടുക്കും. ഒന്നിനല്ല, അതിൻ്റെ പെർഫെക്ഷനും അതിൻ്റെ നീറ്റ്നെസ്സിനും വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ്. ചിത്രം വരയ്ക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെങ്കിൽ, എന്നാൽ എപ്പോഴും പേപ്പറിലാണ് വരയ്ക്കുന്നത് എന്നാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യണം. ഒന്നിനുമല്ല, അത് ഭയങ്കരമായൊരു സന്തോഷം നമുക്ക് തരും. നമ്മുടെ പേപ്പറിൽ കാണുന്നതും ഈ ക്യാൻവാസിൽ കാണുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യണം.